വർഷത്തെ മികച്ച നടനുള്ള സ്റ്റേറ്റ് നാഷണൽ അവാർഡുകൾ മെഗാസ്റ്റാർ മമ്മൂട്ടി സ്വന്തമാക്കുന്ന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ കഴിഞ്ഞ ദിവസം ആടുജീവിതത്തിലൂടെ പ്രകടനം കൊണ്ട് ഞെട്ടിച്ചിരിക്കുകയാണ് പൃഥ്വിരാജ്. ഇതോടെ മികച്ച നടനുള്ള അവാർഡിനായി മത്സരം കടുത്തിരിക്കുകയാണ്. കാതൽ ദിക്കോർ, ബ്രഹ്മയുഗം തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രകടനത്തിന് മമ്മൂട്ടിക്ക് ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡും ഒപ്പം നാഷണൽ അവാർഡും സ്വന്തമാക്കുമെന്ന് ഏറെ ഉറപ്പായിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ കോമ്പറ്റീഷൻ കടുത്തതോടെ ആ കാര്യത്തിൽ സംശയം വന്നിരിക്കുകയാണ്. ബ്രഹ്മയുഗത്തിലെ മമ്മൂക്കയുടെ പ്രകടനവും ആടുജീവിതത്തിലെ പൃഥ്വിയുടെ പ്രകടനവും ഇന്ത്യൻ സിനിമയിൽ തന്നെ മറ്റാർക്കും പകരം വെക്കാനില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇരുവരും നേർക്കുന്നവർ മത്സരിക്കുമ്പോൾ അത് അവാർഡ് ജൂറിക്കും ഒരു തലവേദനയായി മാറാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം നൻപകൽ നേരത്ത് മയക്കത്തിലെ അസാമാന്യ പ്രകടനത്തിന് സ്റ്റേറ്റ് അവാർഡ് സ്വന്തമാക്കിയ മമ്മൂക്ക ഈ വർഷത്തെ അവാർഡ് കൂടി നേടുകയാണെങ്കിൽ അതൊരു ചരിത്ര സംഭവമായി മാറും. കാരണം 72-ാം വയസ്സിലും അഭിനയം കൊണ്ട് അവാർഡുകളും പ്രശംസകളും വാരിക്കൂട്ടിയ മറ്റൊരു താരം ഉണ്ടായിട്ടില്ല. 2012-ലാണ് പൃഥ്വിരാജിന് അവസാനമായി സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. കാത്തിരുന്ന് കാണാം ഇത്തവണ മികച്ച നടനുള്ള സ്റ്റേറ്റ് നാഷണൽ അവാർഡ് ആര് സ്വന്തമാക്കുമെന്ന്. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ.